ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഖുദ് സേ പ്യാർ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്റർ സാഫ് സഫായി മേ അവൽ ഗാവ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി എന്ന് പറഞ്ഞ വൃത്തി, ശുചിത്വം. ഇതില് അവൽ ഗാവ് ഒന്നാമതായിരിക്കുന്ന ഒരു ഗ്രാമം. ഈ ചാപ്റ്ററിൽ നമ്മൾ മേഘാലയയിലുള്ള മോളിനോങ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള വില്ലേജ് എന്ന ബഹുമതി നേടിയിരിക്കുന്ന ഗ്രാമമാണ് മോളിനോങ്. മോളിനോങ്ങിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഈ ചാപ്റ്റർ വായിച്ചു നോക്കാം. ഏഷ്യ കാ സബ്സെ സാഫ് സുഥരാ ഗാവ് മോളിനോങ് മേഘാലയ മേ ഹേ. ഏഷ്യയിലെ സബ്സെ സാഫ് സുഥര, സബ്സെ എന്ന് പറഞ്ഞാൽ ഏറ്റവും, സാഫ് സുഥര വൃത്തിയുള്ള, ഗാവ് ഗ്രാമം, മോളിനോങ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മോളിനോങ് മേഘാലയ മേ ഹേ മേഘാലയയിൽ ആണ്. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. साल എന്ന് പറഞ്ഞാൽ വർഷം, 2003 അപ്പൊ 2003 വർഷത്തിൽ മേ ഇസ് ഗാവ് കോ ഈ ഗ്രാമത്തിനെ ഏഷ്യ കെ സബ്സെ സാഫ് സുഥരെ ഗാവ് കെ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള, ഏറ്റവും വൃത്തിയുള്ള ഗ്രാമത്തിന്റെ, ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മത്സരത്തിൽ 2003 മോളിനോങ്ങിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. इस गांव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. इस गांव की ഈ ഗ്രാമത്തിലെ സബ്സെ ബഡി ഖാസിയത്ത് ഏറ്റവും വലിയ പ്രത്യേകത യഹ് ഹേ കി ഇതാണ്. എന്താ? യഹാം കി സാരി സാഫ് സഫായി ഇവിടെയുള്ള എല്ലാ വൃത്തിയാക്കലുകളും ഗാവ് വാലെ ഖുദ് ഹി കർത്തേ ഹേ ഗ്രാമവാസികൾ ഖുദ് ഹി സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്. കർത്തേ ഹേ സ്വച്ഛത കെ ലിയേ വൃത്തിയാക്കാൻ വേണ്ടി യഹാം കെ ലോഗ് ഇവിടെയുള്ള ആളുകൾ കിസി തരസെ പ്രശാസൻ പർ നിർഭർ നഹി ഹേ. പ്രശാസൻ എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്ന അതോറിറ്റി, നമ്മുടെ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന കോർപ്പറേഷനൊക്കെ ക്ലീൻ ആക്കില്ലേ, അതുപോലെയുള്ള ഗവൺമെന്റ് അതോറിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാറേ ഇല്ല. നിർഭർ നഹി ഹേ അതിന്റെ മുകളിലൊന്നും ആശ്രയിക്കാറില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ വീടിന്റെ മുറ്റം എല്ലാ ദിവസവും നമ്മൾ തന്നെ എണീച്ച് അടിച്ചു വാരി വൃത്തിയാക്കി വെക്കാറല്ലേ? ആരെങ്കിലും വന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടോ? അതുപോലെയാണ് ഈ മോളിനോങ് എന്ന ഗ്രാമത്തിലും. അവരുടെ ആ ഗ്രാമം മുഴുവൻ, എല്ലാ സ്ഥലവും ഗ്രാമവാസികൾ സ്വന്തമായിട്ടാണ് വൃത്തിയാക്കുന്നത്. അപ്പൊ ഇത്രയും വായിച്ചത് മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടി ലൈൻ ബൈ ലൈൻ മലയാളം മീനിങ് ഒന്ന് നോക്കാം. ഏഷ്യയിലെ സബ്സെ സാഫ് സുഥര ഏറ്റവും വൃത്തിയുള്ള, ഗാവ് ഗ്രാമം, മോളിനോങ് അത് ആ ഗ്രാമത്തിന്റെ പേരാണ്. അത് എവിടെയാണുള്ളത്? മേഘാലയ മേ ഹേ മേഘാലയയിലാണ്. സാൽ എന്ന് പറഞ്ഞാൽ വർഷം, തോർ പർ എന്ന നിലയിൽ, ചുനാഗയ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ് ഗാവ് കി സബ്സെ ബഡി ഏറ്റവും വലിയ ഖാസിയത്ത് പ്രത്യേകത യഹ് ഹേ കി യഹാം കി സാരി സാഫ് സഫായി ഇവിടെയുള്ള എല്ലാ വൃത്തിയാക്കലുകളും ഗാവ് വാലെ ഗ്രാമവാസികൾ ഖുദ് ഹി കർത്തേ ഹേ സ്വയം തന്നെയാണ് ചെയ്യുന്നത്. സ്വച്ഛത കെ ലിയേ ശുചിത്വത്തിനായി യഹാം കെ ലോഗ് കിസി തരഹ് പ്രശാസൻ പർ ഭരണകൂടത്തെ നിർഭർ നഹി ഹേ
ആശ്രയിക്കുന്നില്ല. ഇനിയും ഡൗട്ടുള്ള ആളുകള് വീഡിയോ ഈ ഒരു സ്ഥലത്ത് പോസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വായിച്ചു നോക്കുക, വാക്കുകളുടെ അർത്ഥവും നോക്കാൻ ശ്രമിക്കാം. നമുക്കിനി മുന്നോട്ട് പോകാം. यहाँ गांव वालों की कौन सी മനോദശ പ്രകട് ഹോത്തി ഹേ. അപ്പൊ ഈ ഒരു പ്രവൃത്തിയിലൂടെ, അതായത് ക്ലീനിങ് ഒക്കെ സ്വന്തമായി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയിലൂടെ ഗ്രാമവാസികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? അത് അവരുടെ സ്വന്തം സ്ഥലമാണ്, ഇത് ക്ലീൻ ആക്കേണ്ട ഉത്തരവാദിത്തം അവരുടേത് തന്നെയാണ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തപരമായിട്ടുള്ള മനോഭാവമാണ് ഇത് കാണിക്കുന്നത്, അല്ലേ? इस छोटे से गांव में ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂരി तरह से प्रतिबंधित है. പ്ലാസ്റ്റിക് പൂരി तरह से മുഴുവനായും പ്രതിബന്ധിത്, ബാൻഡ് ആണ്, അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. പൂരേ ഗാവ് മേ മുഴുവൻ ഗ്രാമത്തിലും ജഗ ജഗ ബാസ് സെ ബനി ഹുയി ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ ഹേ. മുഴുവൻ ഗ്രാമത്തിലും ഇടയ്ക്കിടയ്ക്ക് ബാൻസ് സെ ബനേ ഹുയെ, ബാൻസ് എന്ന് പറഞ്ഞാൽ ബാംബു ആണ്, മുള. അപ്പൊ മുളകൾ കൊണ്ട് ബനേ ഹുയെ ഉണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ, ഇത് കണ്ടില്ലേ ഈ ചിത്രത്തില്? ഇതാണ് മുളകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഡസ്റ്റ്ബിൻ. അപ്പൊ ആ ഗ്രാമത്തില് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ഡസ്റ്റ്ബിൻസ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. महिला, पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाती है. ആ ഗ്രാമത്തിലുള്ള മഹിള, സ്ത്രീകൾ, പുരുഷ്, പുരുഷന്മാർ, ഓർ ബച്ചോ, കുട്ടികളും, സമേത് ഉൾപ്പെടെ ആരായാലും, കിസി ബി ഗാവ് വാലെ ഏതെങ്കിലും ഒരു ഗ്രാമവാസി, അഗർ കഹി ഗന്ദഗി നസറാത്തി ഹേ അവരുടെ മുന്നിൽ എവിടെയെങ്കിലും വേസ്റ്റ് കാണുകയാണെങ്കിൽ, തോവേ അവരത് അപ്പ തന്നെ, ഫോറൻ എന്ന് പറഞ്ഞാൽ അപ്പ തന്നെ, ഉടനെ തന്നെ, സഫായിമേ ക്ലീനിങ്ങില് ലഗ്ജാത്തേ ഹേ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് കണ്ട അവരത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ട് അപ്പൊ തന്നെ അതിനെ ക്ലീൻ ആക്കും. അത് സ്ത്രീയോ പുരുഷനോ കുട്ടികളോ എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല, എല്ലാവരും അതുപോലെയാണ്. അപ്പോൾ ഇനി ഇത്രയും വായിച്ചതിലുള്ള വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. യഹാം ഗാവ് വാലോം കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാമവാസികളുടെ, കോൺസി മനോദശ ഏത് മനോഭാവം, പ്രകട് ഹോത്തി ഹേ പ്രകടമാകുന്നു. ഇസ് ചോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരഹ സെ പൂർണ്ണമായിട്ടും, പ്രതിബന്ധിത് നിരോധിച്ചിരിക്കുന്നു. പൂരേ ഗാവ് മേ മുഴുവൻ ഗ്രാമത്തിലും, ജഗ ജഗ എല്ലായിടങ്ങളിലും, ബാൻസ് ബനേ ഹുയെ ഡസ്റ്റ്ബിൻ മുളകൾ കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിനുകൾ, ലഗായേ ഗയേ ഹേ സ്ഥാപിച്ചിരിക്കുന്നു. മഹിള, പുരുഷ് ഓർ ബച്ചോ സമേത് എന്ന് പറഞ്ഞ സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും, കഹി എവിടെയെങ്കിലും, ഗന്ദഗി നസർ ആത്തി ഹേ തോ അഴുക്ക് കണ്ടാൽ, വേസ്റ്റ് കണ്ടാൽ, വെഫോറൻ അവർ ഉടൻ തന്നെ, സഫായി മേ ലഗ് ജാത്തെ ഹേ ശുചീകരണത്തിൽ ഏർപ്പെടുന്നു. सफाई के प्रति उनकी जागरूकता का अंदाज तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. അവരുടെ വൃത്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എന്താണ്? സഫായിക്ക് പ്രതി ഉനക്ക് ജാഗരൂകത, അവരുടെ ആ ഒരു അറ്റൻഷൻ, അവർ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അന്താസ തും ഇസ് ബാത് സെ ലഗാ സക്തേ ഹോ ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അഗർ അഥവാ, സഡക് പർ റോഡിൽ, ചൽത്തേ ഹുയെ നടക്കുമ്പോൾ, കഹി ബി കച്ചറ നസറായേ
എവിടെയെങ്കിലും വേസ്റ്റ് കണ്ടാൽ വേ പെഹലെ അവര് ആദ്യം തന്നെ അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എവിടെയെങ്കിലും പോവുമായിരിക്കും. പക്ഷെ ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് കണ്ടാൽ വേ പെഹലെ അവർ ആദ്യം തന്നെ കച്ചറേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തേ ഹേ. അവർ ആ പോകുന്ന കാര്യത്തിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ ഒരു വേസ്റ്റ് എടുത്തിട്ട് ആ ഡസ്റ്റ്ബിനിൽ ഇടാനാണ്. ഫിർ ആകെ ബഡ്തേ ഹേ. അതിനുശേഷമാണ് അവരുദ്ദേശിച്ച് പോകുന്ന കാര്യത്തിന് മുന്നോട്ട് പോകുന്നത്. യഹാ ലോഗ് अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. അപ്പോൾ റോഡിൽ കാണുന്ന വേസ്റ്റ് മാത്രമല്ല अपने घर से निकलने वाले സ്വന്തം വീട്ടിൽ നിന്നും, ഘർ എന്ന് പറഞ്ഞാൽ വീട്, നികൽനെ വാലെ വീട്ടിൽ നിന്നും ഉണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന വേസ്റ്റ്, കൂടെ കച്ചറേ കോഭി അത് കൂടി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹേ. ഈ പറയുന്ന ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയിടും. और फिर उसे एक जगह इकट्ठा कर. അതിനുശേഷം ആ വേസ്റ്റിനെ ഉസേ ഏക് ജഗ ഒരിടത്ത് ഇക്കട്ടാക്കർ കൂട്ടിയതിനു ശേഷം, ഇക്കട്ടാ കർന എന്ന് പറഞ്ഞാൽ കൂട്ടിയിടുക, എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുക. ഖേതി കെ ലിയെ ഖാദ് കി തര ഇസ്തമാൽ കർത്തേ ഹേ. ഖേതി എന്ന് പറഞ്ഞാൽ കൃഷി, അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഖാദ് വളമായിട്ട്, വളത്തിനെ പോലെ ഇസ്തമാൽ കർത്തേ ഹേ ഉപയോഗിക്കും. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇതുവരെ പറഞ്ഞത്? സഫായിക്ക് പ്രതി ശുചിത്വത്തോടുള്ള, ഉനക്ക് ജാഗരൂകത അവരുടെ ആ ഗ്രാമവാസികളുടെ അവർക്കുടെ അറിവ്, അവർക്ക് എത്രത്തോളം ബോധവൽക്കരണമുണ്ട്, അവർക്ക് എത്രത്തോളം അതിനെപ്പറ്റിയുള്ള ബോധമുണ്ട്. അന്താസ ധാരണ, ഇസ് ബാത് സെ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ നിന്ന് ലഗാ സക്തേ ഹോ മനസ്സിലാക്കാം. അപ്പൊ അവരുടെ ബോധം എത്രയുണ്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായിരുന്നു ആ കാര്യം? അഗർ അഥവാ സടക് പർ ചൽത്തെ ഹുയേ റോഡിലൂടെ നടക്കുമ്പോൾ, ഉനെ കൈ ഭീ അവർക്ക് എവിടെയെങ്കിലും കച്ചറ നസറായേ മാലിന്യം കണ്ടാൽ, തോ വേ പെഹലെ അവരാദ്യം കച്ചറേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തേ ഹേ മാലിന്യം ഡസ്റ്റ്ബിനിൽ ഇടുന്നു. ഫിർ ആകെ ബഡ്തേ ഹേ അതിനുശേഷം മുന്നോട്ട് പോകുന്നു. യഹാം ലോഗ് ഇവിടെ ആളുകള് അപ്നെ ഘർ സെ നികൽനെ വാലെ സ്വന്തം വീട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന കൂടെ കച്ചറേ കോ ഭീ മാലിന്യങ്ങളും ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹേ ഡസ്റ്റ്ബിനിൽ ശേഖരിക്കുന്നു. ഏക് ജഗ ഇക്കട്ട ഒരിടത്ത് കൂട്ടിവെച്ച്, ഒരിടത്ത് കൂട്ടിച്ചേർത്ത്, ഖേതി കേ ലിയേ കൃഷിക്കായിട്ട്, ഖാദ് കി തര വളം പോലെ അല്ലെങ്കിൽ വളമായിട്ട്, ഇസ്തമാൽ കർത്തേ ഹേ ഉപയോഗിക്കും. എന്നിട്ടോ ऐसा कहा जाता है कि 130 साल पहले इस गांव को हेजे की बीमारी ने पूरी तरह से जकड़ लिया था. ऐसा कहा जाता है ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ മുമ്പുള്ള ഒരു കാര്യം പറയാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 130 साल पहले 130 വർഷം മുന്നേ, പെഹലെ ഇസ് ഗാവ് കോ ഈ ഗ്രാമത്തിനെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആളുകളെ, ഹേജെ കി ബിമാരി, ഹേജെ കി ബിമാരി എന്ന് പറഞ്ഞ കോളറ, അതിഭീകരമായ ഒരു രോഗമായിരുന്നു കോളറ. കോളറ നെ ബൂരി തരസെ ജഗഡ് ലിയാദ മുഴുവനായിട്ടും ഇവിടുത്തെ ആളുകൾക്കൊക്കെ കോളറ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിന് വളരെ ബാഡായിട്ട് കോളറ പിടിപെട്ടിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജ, മെഡിക്കൽ സുവിധ അപ്പൊ ഹോസ്പിറ്റലുകൾ പോലെയുള്ള സംവിധാനങ്ങളുടെയൊക്കെ ന ഹോനെ കി വജ, ഹോനെ എന്ന് പറഞ്ഞ ഉണ്ടാവുക, ന ഹോനെ ഇല്ലാതിരിക്കുക. അപ്പൊ മെഡിക്കൽ സംവിധാനങ്ങൾ ശരിക്കും ഇല്ലാതിരുന്നത് കൊണ്ട് ഇസ് ബീമാരി സെ
ഈ ഒരു അസുഖത്തിൽ നിന്ന് छुटकारा पाने का एकमात्र उपाय था. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിട്ടുള്ളൂ. ഏകമാത്ര ഉപായിത സഫായി കർണ, വൃത്തിയാക്കുക. ഇപ്പൊ സ്ഥലം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കി വെക്കുക. അപ്പൊ ആ വൃത്തിയാകുന്ന സമയത്ത് കോളറ സ്പ്രെഡ് ആകുന്ന രോഗാണുക്കളിലൊക്കെ മുക്തി കിട്ടും. അപ്പൊ ആ ഒരു അസുഖം ഇല്ലാതാവും. അത് മാത്രമായിരുന്നു ഒരേ ഒരു ഉപായം ഉണ്ടായിരുന്നത്. गांव के लोगों का मानना है, गांव के लोगों का, ഗ്രാമത്തിലുള്ള ആളുകളുടെ മാന്ന ഹേ, വിശ്വാസമാണ്, कि हमारे पूर्वजों ने, നമ്മുടെ പൂർവികര്, അതായത് ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ പൂർവികര് കഹാധാക്കി, പറഞ്ഞിരുന്നു, സഫായി കെ ജരിയെ ഹി ഖുദ് കോ ബചാ സക്തേ ഹോ, നിങ്ങള് വൃത്തിയാക്കുക, ശുചിത്വം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ബചാ സക്തേ ഹോ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഫിർ ചാഹേ വഹ് ഖാനാ ഹോ, അത് എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും, ഘർ ഹോ, നിങ്ങളുടെ വീടാണെങ്കിലും, ജമീൻ ഹോ, തറയും മറ്റ് പരിസരവുമാണെങ്കിലും, ഗാവ് ഹോ, ഈ ഗ്രാമമാണെങ്കിലും, യാ ഫിർ അപ്ന ശരീർ ഹി ക്യോ ന ഹോ, ഇനി നമ്മുടെ ശരീരം തന്നെയാണെങ്കിൽ പോലും സഫായി ജറൂരി ഹേ, സഫായി അല്ലെങ്കിൽ ക്ലീൻലിനെസ്, വൃത്തിയാവേണ്ടത്, ശുചിത്വം വളരെ അത്യാവശ്യമാണ്. ജീവൻ മേ നിരോഗ് रहने के लिए सफाई के अलावा क्या क्या उपाय है? രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? നമുക്ക് അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടി, നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ വൃത്തിയായിരിക്കണം, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, നമ്മൾ എക്സസൈസ് ചെയ്യണം, അല്ലേ? അപ്പൊ ഇത്രയും വായിച്ചതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ഏസാ കഹാ ജാത്താ ഹേ, ഇങ്ങനെ പറയപ്പെടുന്നു. 130 സാൽ പെഹലെ, 130 വർഷങ്ങൾക്ക് മുമ്പ്, ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തെ, ഹേജെ കി ബീമാരി, കോളറ രോഗം, ബൂരി തരസെ, വളരെയധികം, ജഗഡ് ലിയാദ, ബാധിച്ചിരുന്നു. മെഡിക്കൽ സുവിധ, മെഡിക്കൽ സൗകര്യം, ന ഹോനെ കെ വജസെ, ഇല്ലാത്തതിനാൽ, ഇസ് ബീമാരി സെ, ഈ രോഗത്തിൽ നിന്ന്, ചുഡ്കാന പാനേക, മോചനം നേടാനുള്ള, ഏകമാത്ര ഉപായിത, ഏക മാർഗം, ഒരേ ഒരു ഉപായം, സഫായി കർണ, ശുചിത്വം പാലിക്കൽ. ഗാവ് കെ ലോഗോं का मानना है, ഗ്രാമവാസികളുടെ വിശ്വാസമാണ്, ഹമാരെ പൂർവജോനെ, നമ്മുടെ പൂർവികർ, അവരുടെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ടുള്ള പൂർവികർ, സഫാരി കെ ജരിയെ, ശുചിത്വത്തിലൂടെ, ഖുദ് കോ ബചാ സക്തേ ഹോ, സ്വയം രക്ഷിക്കാം. അത് ഫിർ ചാഹേ വ ഖാന ഹോ, ഭക്ഷണമാകട്ടെ, ഘർ ഹോ, വീടാകട്ടെ, ജമീൻ ഹോ, ഭൂമിയാകട്ടെ, ഗാവ് ഹോ, ഗ്രാമമാകട്ടെ, ഫിർ അപ്ന ശരീർ ഹി, സ്വന്തം ശരീരം, ക്യോ ന ഹോ, സഫായി ജറൂരി ഹേ, ശുചിത്വം ആവശ്യമാണ്. അപ്പോ നമ്മളിപ്പോ ഇത്രയും നേരം വായിച്ചത് എന്തായിരുന്നു? മേഘാലയയിലുള്ള മോളിനോങ് ഗ്രാമത്തിനെ പറ്റിയാണല്ലേ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് മോളിനോങ് ഗ്രാമം. അപ്പൊ അവിടെയുള്ള ആളുകള് ഭരണകൂടത്തെ ഒന്നും വൃത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കില്ല, അവർ സ്വയം തന്നെ വൃത്തിയാക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ വീട്ടിലൊക്കെ എന്ത് വേസ്റ്റ് കണ്ടാലും അതെടുത്ത് കൃത്യമായിട്ട് എവിടെയാണോ കളയാനുള്ള സ്പേസ് വെച്ചിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി കളയണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഒരു മിഠായി കവറോ അല്ലെങ്കിൽ മറ്റ് ബിസ്ക്കറ്റ് കവറോ ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എവിടുന്നാണോ കഴിച്ചത് അവിടെ വലിച്ചെറിയാൻ പാടില്ല, കൃത്യമായിട്ട് അത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടിടണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അത് തന്നെ ചെയ്യില്ലേ? ഈ ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക. ഈ വീഡിയോ പോസ് ചെയ്ത് കണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുക.
അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോകാം. मान ले മോളിനോങ് ഗാവ് മേ പര്യടക് ആത്തെ ഹെ. ഈ ഒരു ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരിക എന്ന് വിചാരിക്കുക. വഹാം സൂചന പഠ് ഹെ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വ കേസാ ഹോഗ. അപ്പൊ അവിടെ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സൂചന ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും എന്ന് ഊഹിച്ചു നോക്കിയേ. മോളിനോങ് ഗ്രാമത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഏഷ്യ കാ സബ്സെ സാഫ് സുഥറ ഗാവ് എന്ന് എഴുതിയിട്ടുണ്ട്. ധ്യാൻ ദേ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നവിടെ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ? നിങ്ങൾ ഇന്ന് മലയാളത്തിൽ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് കാ ഉപയോഗ ന കരേ. അവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണല്ലേ, അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെ പറയാം? പ്ലാസ്റ്റിക് കാ ഉപയോഗ ന കരേ. ഇനിയോ മാലിന്യം ഡസ്റ്റ്ബിനിൽ ഇടുക എന്നെങ്ങനെയാ പറയാ? കച്ചറ ഡസ്റ്റ്ബിൻ മേ ഡാലേ. ഇനി ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കാൻ സഹകരിക്കുക. ഞങ്ങൾ ഇതൊക്കെ വൃത്തിയായി വെക്കുന്ന സ്ഥലമാണ്, നിങ്ങൾ ഇവിടെ വൃത്തികേടാക്കരുത്. ഗാവ് കോ സാഫ് രഖ്നെ മേ സഹयोग करे. പുനഃചക്രൻ സേ. പുനഃചക്രൻ എന്ന് പറഞ്ഞാൽ റീസൈക്ലിംഗ്. നമ്മൾ ഉപയോഗിച്ച പല കാര്യങ്ങളും റീസൈക്കിൾ ചെയ്തിട്ട് വേറെ കാര്യങ്ങളാക്കി മാറ്റി ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോ പുനഃചക്രൻ സേ പ്രകൃതി കാ ബോജ് കം ഹോ ജാത്താ ഹെ. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി പുതിയ പുതിയ കാര്യങ്ങളെ വേസ്റ്റ് ആക്കി പ്രകൃതിയിലേക്ക് കൊടുക്കുന്നതിന് പകരം അതിൽ പല കാര്യങ്ങളും തിരിച്ചെടുത്തിട്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രകൃതിക്ക് വളരെയധികം വേസ്റ്റിന്റെ ഭാരം കുറയും. ചർച്ച കർക്കെ പുനഃചക്രൻ കി സൂചി തയ്യാർ കരേ. ജേസെ, ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒന്ന്, കൂടെ കച്ചറേസെ ഖാദ് എന്ന് നമ്മൾ ചാപ്റ്ററിൽ കണ്ടു അല്ലെ. ഫുഡ് വേസ്റ്റിൽ നിന്നൊക്കെ മാന്യൂർ അല്ലെങ്കിൽ വളം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇനി അതുപോലെ ഇസ്തമാൽ കിയേ ഗയേ പ്ലാസ്റ്റിക് സേ. ഇസ്തമാൽ കിയേ ഗയേ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്ക് എന്ത് ഉണ്ടാക്കാം? പുതിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് വസ്തുവേ. അതിന്റെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓർമ്മിച്ച് നോക്കൂ. പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് ബക്കറ്റ്, പ്ലാസ്റ്റിക്കിന്റെ പെട്ടി, കസേര, കളിപ്പാട്ടം, കൊട്ട, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സാർത്ഥക് വാക്യ ബനായേ. ഇവിടെ കുറച്ച് വാക്യങ്ങൾ ഇങ്ങനെ വളച്ചു തിരിച്ചൊക്കെ തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് എഴുതി അതിന്റെ അർത്ഥം നോക്കാം. ആദ്യത്തെ വാക്ക് എന്താണിത്? സാഫ്, സഫായി, ഹമാര, ദായിത്വ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ശുചിത്വം നമ്മുടെ കടമയാണ്. സാഫ് സഫായി ഹമാര ദായിത്വ ഹേ. അടുത്തതോ സ്വച്ഛ നഹി രഹേംഗെ തോ സ്വസ്ഥ നഹി ഹോംഗെ. സ്വച്ഛ എന്ന് പറഞ്ഞാൽ വൃത്തി, സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യം. അപ്പൊ ശുചിയായിരുന്നില്ലെങ്കിൽ ആരോഗ്യവാന്മാരാവില്ല. മൂന്നാമത്തത് എന്താണ്? തൻ ഹോയാ മൻ സഫായി ജറൂരി ഹേ. തൻ ശരീരം, മൻ മനസ്സ്. അപ്പൊ ശരീരമോ മനസ്സോ ആയാലും ശുചിത്വം ആവശ്യമാണ്. നാരാ ഗീത് കോ ആകെ ബഡായേ. ഇവിടെ തന്നിരിക്കുന്ന ഒരു കവിതയുടെ 4 വരി തന്നിട്ടുണ്ട്. ഇത് 4 വരി കൂടി നിങ്ങളോട് എഴുതാനാ പറയുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. സ്വച്ഛ രഹേത്തും സ്വസ്ഥ ബനോ. വൃത്തിയായിരിക്കൂ, നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും. പ്രകൃതി കോത്തും അപ്നാലോ. നമ്മുടെ പ്രകൃതിയെ നിങ്ങൾ സ്വന്തമായി കണക്കാക്കൂ. ഹരിയാലി കാ ഗീത് രജോത്തും ശുദ്ധ ഹവാക്കു അപ്നാലോ. ചുറ്റും പച്ചപ്പ് പിടിപ്പിക്കൂ, നിങ്ങൾക്ക് ശുദ്ധമായ വായു കിട്ടും എന്നാണ് ഈ കവിതയുടെ അർത്ഥം. അപ്പൊ ഇനി ഇതുപോലെ ഒരു 4 വരി കൂടി ആഡ് ചെയ്യണം. അത് ഓരോരുത്തരും മലയാളത്തിൽ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം.
कूड़ा कभी इधर न फेंको, डस्टबिन में उसको डालो, पेड़ लगाओ, जल बचाओ, मिलकर सुंदर देश बनाओ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ ഇവിടെ വൃത്തിയായിട്ടിരുന്നാൽ നമുക്ക് നല്ല പ്രകൃതി കിട്ടും, നല്ല പച്ചപ്പ് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധവായു കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കവിത എഴുതാം. संदेश वाक्य जोड़कर परिस्थिति संरक्षण पर പോസ്റ്റർ ഡിജിറ്റൽ പോസ്റ്റർ ബനായേ. ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാ പറയുന്നത്. അപ്പോൾ നാടൊക്കെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റിയും ഒക്കെയുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ഒരു പോസ്റ്റർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. നല്ലൊരു ഹെഡിങ് കൊടുക്കുക, നല്ല നല്ല ചിത്രങ്ങൾ കൊടുക്കുക. അതിൽ ഇതുപോലത്തെ സ്വച്ഛത അപ്നായേ, ബീമാരിയാം ബഗായേ, അല്ലെ കച്ചറ ഡസ്റ്റ്ബിൻ മേ ഡാലേ, ഗാവ് കോ സാഫ് ഓർ സുന്ദർ ബനായേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സ്ലോഗൻ പോലെ സ്വച്ഛ് പര്യാവരൺ സ്വസ്ഥ ജീവൻ. അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ചാപ്റ്ററിന്റെ മീനിങ്സ് ഒക്കെ ബുക്കിന്റെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് റെഫർ ചെയ്ത് പഠിക്കുക. അവസാനമായിട്ട് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഗാലിബ് കലീം എന്ന ആളാണ്. അദ്ദേഹത്തിനെ പറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഗാലിബ് കലീം. അങ്ങനെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.